കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.എ. മലയാളം പ്രാചീന മധ്യകാല കവിത എന്ന വിഷയത്തിലെ ജ്ഞാനപ്പാന എന്ന പാഠമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ജ്ഞാനപ്പാന എഴുതിയിരിക്കുന്നത് പൂന്താനമാണ്. എഴുത്തച്ഛൻ തൻ്റെ കൃതികളിൽ ലോകോക്തികൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ലോകത്തിലെ തത്വചിന്തകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് പൂന്താനവും ജ്ഞാനപ്പാന എഴുതിയിരിക്കുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കാം. യുഗം നാലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. അപ്പോൾ എന്താണ് പറയുന്നത്? 4 യുഗങ്ങളിൽ ഏറ്റവും നല്ലത് കലിയുഗമാണ്. എന്തിന്? മുക്തി, സുഖത്തോടുകൂടി മുക്തി ലഭിക്കാൻ 4 യുഗങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല യുഗം എന്ന് പറയുന്നത് കലിയുഗമാണ്. ഏതൊക്കെയാണ് 4 യുഗങ്ങൾ? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയാണ് അവ. കലിയുഗത്തിൽ മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റെല്ലേതുമേ യത്നം അറിഞ്ഞാലും. അപ്പം മുക്തിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ നാമങ്ങളായിട്ടുള്ള കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, ഗോവിന്ദ രാമ എന്നിവ ഉച്ചരിക്കുക എന്നത് ഒഴികെ യാതൊരു പ്രയത്നവുമില്ലാതെ മോക്ഷപ്രാപ്തി ലഭിക്കും എന്നത് തന്നെയാണ് ഈ യുഗത്തിൻ്റെ പ്രാധാന്യം. അതായത് ഈശ്വര പ്രാർത്ഥനയല്ലാതെ മോക്ഷത്തിന് മറ്റൊരു മാർഗവുമില്ല. അതു ചിന്തിച്ച് മറ്റുള്ള ലോകങ്ങൾ 13-ലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകൾ 6-ലുമുള്ളോരും മറ്റു ഖണ്ഡങ്ങളിലുള്ളോരും മറ്റു 3 യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലായ്കയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാദരം കൈവണങ്ങിയിടുന്നു. അത് ചിന്തിച്ച് മറ്റുള്ള ലോകങ്ങൾ, അപ്പോൾ എന്ത് ചിന്തിച്ചിട്ട്? ഭാരതഖണ്ഡത്തിലുള്ളവർക്ക് കലിയുഗത്തിൽ മുക്തി ലഭിക്കുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല, ക്ഷിപ്രസാധ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മറ്റ് ലോകങ്ങളിലുള്ള മറ്റ് 13 ലോകങ്ങളിലുള്ള ആളുകൾ, മറ്റ് ദ്വീപുകളിലുള്ള ആളുകൾ, അപ്പം അവരൊക്കെ എന്താണ്? ഭൂമിയില്ലാത്ത മറ്റ് 13 ലോകങ്ങളിലുള്ളവരും ജംബൂ ദ്വീപല്ലാത്ത മറ്റ് 6 ദ്വീപുകളിലുള്ളവരും ഭാരതമല്ലാത്ത മറ്റ് 8 ഭൂഖണ്ഡങ്ങളിലുള്ളവരും കലിയുഗമല്ലാത്ത മറ്റ് 3 യുഗങ്ങളിലുള്ളവരും തങ്ങൾക്ക് മുക്തി ലഭിക്കുക എന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമല്ല, അത് അസാധ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കലികാലത്തിലുള്ള ഭാരതഖണ്ഡത്തെ അത്യധികം ആദരവോടുകൂടി വന്ദിക്കുകയാണ്. അതാണ് കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാദരം കൈവണങ്ങിയിടുന്നു. ആദരവോടുകൂടി അവർ വന്ദിക്കുകയാണ്. അതിൽ വന്നോരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചുകൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കോരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നോരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? അതിൽ, ഏതിൽ? ഭാരതഖണ്ഡത്തിൽ, കലിയുഗത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായല്ലോ. അപ്പം ഭാരതഖണ്ഡത്തിൽ പിറന്ന മനുഷ്യർക്കും കലിക്കും നമസ്കാരം എന്നിങ്ങനെയൊക്കെയാണ് മുൻപ് നമ്മൾ പറഞ്ഞില്ലേ, മറ്റുള്ള കൂട്ടർ കലിയുഗത്തിൽ പിറന്ന ആളുകളെ പുകഴ്ത്തി പറയുന്നത്. എന്നാൽ ഭാഗ്യവശാൽ നമുക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നാം എല്ലാവരും കലിയുഗത്തിൽ ഭാരതഖണ്ഡത്തിലാണ് ജനിച്ചിരിക്കുന്നത്. കാലം ഇന്ന് കലിയുഗമല്ലയോ, ഭാരതമിപ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ, ചെമ്മേ നന്നായി നിരൂപിക്കിനെല്ലാരും, ഹരിനാമങ്ങളില്ലാതെ പോകയോ, നരകങ്ങളിൽ പേടി കുറകയോ. ഇവിടെ എന്താ പറയുന്നത്? കാലം ഇന്ന് കലിയുഗമല്ലയോ, ഈ കാലം എന്ന് പറയുന്നത് കലിയുഗമാണല്ലോ. ഭാരതം ഈ പ്രദേശവുമല്ലോ, നമ്മളെല്ലാം വസിക്കുന്ന ഈ പ്രദേശം ഭാരതവുമാണ്. നമ്മളെല്ലാം നരന്മാരുമല്ലയോ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ചെമ്മേ നന്നായി നിരൂപിക്കിനെല്ലാരും, ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും നന്നായി ചിന്തിക്കേണ്ടതാണ്. ഹരിനാമങ്ങളില്ലാതെ പോകയോ, നരകങ്ങളിൽ പേടി കുറകയോ. എന്തുകൊണ്ടാണ് ആരും നാമമൊന്നും ജപിക്കാതെ, ഹരിനാമമൊന്നും ഉച്ചരിക്കാതെ എല്ലാവർക്കും നരകങ്ങളിലുള്ള പേടിയൊക്കെ കുറഞ്ഞോ? നാവുകൂടാതെ ജന്മമതാകയോ, നമുക്കിന്നി വിനാശമില്ലായ്കയോ. എന്താണ്? നാവ് കൂടാതെ, നാവില്ലാത്ത ജന്മമായി തീർന്നോ മനുഷ്യരെല്ലാവരും? നമുക്കാർക്കും വിനാശം, മരണമെന്ന അവസ്ഥ ഇല്ലാതായി മാറിയോ? കഷ്ടം കഷ്ടം, നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതി നാം. അപ്പം എന്താണ്? ഈ വസ്തുതകളൊന്നും വേണ്ട വിധം ചിന്തിക്കാതെ നാം നമ്മുടെ ഈ മനുഷ്യ ജീവിതം വൃഥാ പാഴാക്കി കളയുകയാണ് എന്ന് കവി പറയുന്നു. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. നമ്മൾ എത്രയോ കാലം, എത്രയോ ജന്മങ്ങൾ കഷ്ടത അനുഭവിച്ചതിന് ശേഷമാണ് അതിൻ്റെ സുഹൃത ഫലമായിട്ടാണ് നാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്.
എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും. ഇവിടെ വന്ന് ജനിക്കുന്നതിന് മുൻപ് എത്രയോ ജന്മങ്ങൾ മലത്തിലെ കൃമികളായിട്ടും ജലജീവികളായിട്ടും മണ്ണിലെ കൃമികീടങ്ങളായും വൃക്ഷലതാദികളായിട്ടും ഇഴജന്തുക്കളായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെ നമ്മൾ ജനിച്ചിട്ടുണ്ട്. എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി നമ്മൾ മൃഗങ്ങളായിട്ട് പശുക്കളായിട്ട് അതു വന്നിട്ട് ഈ വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം. ഈ ജന്മത്തിന് മുൻപ് നമ്മൾ അത്രയും ജന്മങ്ങൾ ജീവിച്ച് തീർത്തിട്ടുണ്ട്. എത്രയോ പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൻ വീണതറിഞ്ഞാലും. ഇത്ര കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് നമുക്ക് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യനായി ജനിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി 10 പന്തീരാണ്ടുണ്ണിയായിട്ടും പോയി തന്നെത്താൻ അഭിമാനിച്ചു പിന്നീടും തന്നെത്താൻ അറിയാതെ കഴിയുന്നു. അപ്പം എന്താണ്, മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ 10 മാസം കഴിച്ചുകൂട്ടി, 10 മാസം അങ്ങനെ കഴിഞ്ഞുപോയി. 10 പന്തീരാണ്ടുണ്ണിയായിട്ടും ഒരു 10-12 വർഷം ബാല്യകാലമായിട്ട് ഉണ്ണിയായിട്ട് നമ്മളെ കാര്യങ്ങളൊന്നും അറിയാതെ അതങ്ങനെയും പോയി. തന്നെത്താൻ അഭിമാനിച്ച് പിന്നീടും തന്നെത്താൻ അറിയാതെ കഴിയുന്നു. പിന്നെയുള്ള കാലം തന്നെത്താൻ അഭിമാനിച്ചിട്ട് ദുരഭിമാനത്തിന് വശംവദനായിട്ട് തന്നെ മനസ്സിലാക്കാതെയും കഴിയുന്നു. ഇത്ര കാലമിരിക്കുമിനിയെന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൻ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. എന്താണ് പറയുന്നത്? ഇത്ര കാലമിരിക്കുമിനിയെന്നും, അതായത് ഇനി ഇത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് ഒരാൾക്കും നിശ്ചയിച്ച് സത്യമായിട്ട് പറയാൻ സാധിക്കില്ല. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൻ, അപ്പം നമ്മുടെ ദേഹം ശരീരം എന്ന് പറയുന്നത് വെള്ളത്തിലെ കുമിള പോലെയാണ്. അത് ക്ഷണഭംഗുരമാണ്, എപ്പം വേണമെങ്കിലും പൊട്ടിപ്പോകാം. അങ്ങനെയുള്ള ഈ ദേഹത്തിൽ ശ്വാസോച്ഛ്വാസം മാത്രം നാം കാണുന്നു. അതായത് ജീവൻ്റെ ലക്ഷണമായിട്ട് ശ്വാസം മാത്രമാണ് നാം കാണുന്നത്. ഓർത്തറിയാതെ പാടുപെടുന്നേരം നേർത്തു പോകുമെന്നേ പറയാവൂ. അപ്പം എന്താണ്, നമ്മൾ വിചാരിക്കാതെ ഓർക്കാതിരിക്കുന്ന സമയത്ത് തന്നെ അത് നേർത്ത് അത് പെട്ടെന്ന് നിന്നു പോയേക്കാം. അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. എന്നിരുന്നാലും ജീവിച്ചിരിക്കുന്ന സമയത്ത് തിരുനാമം, ഭഗവാന്റെ നാമങ്ങളെ ഒന്ന് ഉച്ചരിക്കുവാൻ പോലും തോന്നുന്നില്ലല്ലോ, കഷ്ടമെന്ന് പറയുകയാണ്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടക്കുന്നിതു ചിലർ. അപ്പം എന്താണ്, സ്ഥാനമാനങ്ങളൊക്കെ മോഹിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ട് തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് ചൊല്ലിയും തർക്കിച്ചുമൊക്കെ നാണം കെട്ട് നടക്കുകയാണ് ചിലർ. മതമത്സരം ചിന്തിച്ച് മതി കെട്ടു നടക്കുന്നിതു ചിലർ. എന്താ, മതമത്സരാദികളിലൊക്കെ മുഴുകിയിട്ട് ചിലർ ബുദ്ധി തന്നെ നഷ്ടപ്പെട്ടിട്ട്, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി തന്നെ നഷ്ടപ്പെട്ടിട്ട് ആകെ ജീവിക്കുകയാണ്. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമനായ ആടിന്നിതു ചിലർ. അപ്പം എന്താണ്, ചഞ്ചലാക്ഷിമാർ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾക്ക് വശംവദരായിട്ട് ചിലർ അവരുടെ ചൊൽപ്പൊടിക്കൊത്ത് നടന്ന് പരിഹാസപാത്രങ്ങളായിട്ട് കുഞ്ചിരാമൻ നായരായിട്ട് ജീവിക്കുകയാണ്. കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. രാജകൊട്ടാരങ്ങളിലൊക്കെ രാജസേവകരായിട്ട് പൊങ്ങച്ചം കാട്ടിയിട്ട് കോലം കെട്ട് നടക്കുകയാണ് ചിലർ. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അപ്പം തൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ശാന്തിവൃത്തിയൊക്കെ സ്വീകരിച്ചിട്ട് പകൽ മുഴുവൻ അതിനായിട്ട് കഷ്ടപ്പെടുകയാണ്. അപ്പം ഇവിടെ സാധാരണയായിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഈശ്വര പൂജ ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് ശാന്തി ചെയ്യുന്നത്. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അപ്പം സ്വന്തം പെറ്റമ്മയ്ക്കും അച്ഛനും ഭാര്യയ്ക്കും ഒന്നും ഉണ്ണാൻ ആഹാരം പോലും ചിലർ കൊടുക്കുന്നില്ല. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ചിട്ടുള്ള തൻ്റെ പത്നിയെ ആളുകൾ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല, അത്ര പോലും മറക്കുകയാണ് അവരെയൊക്കെ. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. സജ്ജനങ്ങൾ, നല്ല ജനങ്ങൾ തങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ചിലർ ശത്രുക്കളോടെന്ന പോലെ അവരോട് ദേഷ്യ സ്വഭാവം കാട്ടിയിട്ട് അവരോട് ക്രുദ്ധരായിട്ട് പെരുമാറുന്നു. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നതു ചിലർ. വന്ദിക്കപ്പെടേണ്ട ആളുകളെ, ബഹുമാനിക്കേണ്ട ആളുകളെ കാണുന്ന സമയത്ത് ചിലർ അവരെ നിന്ദിക്കുകയാണ്, നിന്ദിച്ചുകൊണ്ട് അവരോട് പെരുമാറുകയാണ് ചെയ്യുന്നത്. കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ.
ചിലരുടെ ഭാവം കണ്ടാൽ വിചാരിക്കും, ചിലർ നടിക്കുന്നത് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ തങ്ങളുടെ അധികാരത്തിലാണ്, അല്ലെങ്കിൽ തങ്ങൾ വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം നിൽക്കുന്നത് എന്നതാണ്. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ച് ബ്രഹ്മാവും എനിക്കൊക്കെ എന്നും ചിലർ. അപ്പം ചില ബ്രാഹ്മണരുടെ ഭാവം കണ്ടാൽ സാക്ഷാൽ ബ്രഹ്മാവിനേക്കാൾ ബ്രാഹ്മണ്യം തങ്ങൾക്കാണ് ഉള്ളത് എന്ന് തോന്നും. അർത്ഥാശയ്ക്കു വിരുദു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. എന്താണ്? അർത്ഥത്തിലുള്ള ആശ മുഴുത്തിട്ട് അത് വർദ്ധിച്ചിട്ട് ചിലർ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് അഗ്നിഹോത്രാദി യാഗങ്ങൾ തന്നെ അനുഷ്ഠിക്കുകയാണ്. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. അപ്പം ചില വ്യാപാരികൾ സ്വർണങ്ങളും നവരത്നങ്ങളൊക്കെ എണ്ണമില്ലാതെ വിറ്റിട്ട് ധനം സമ്പാദിക്കുകയാണ്. മത്തേപം കൊണ്ട് കച്ചവടം ചെയ്തും ഉത്തമധുരംഗങ്ങൾ അതുകൊണ്ടും. അപ്പം മത്തേപം കൊണ്ട് ചിലരാകട്ടെ ആനക്കച്ചവടത്തിലും ചിലർ കുതിരക്കച്ചവടത്തിലും. മത്തേപം എന്ന് പറഞ്ഞാൽ മധ്യാനയാണ്, തുരങ്കം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. അപ്പം ആനക്കച്ചവടത്തിലും കുതിരക്കച്ചവടത്തിലൊക്കെ വ്യാപൃതരായിട്ട് ധനം സമ്പാദിക്കുകയാണ്. അത്രയുമല്ല, കപ്പൽ വെപ്പിച്ചിട്ട് മെത്ര നേടുന്നതിതർത്ഥം ശിവശിവ. അതുമാത്രമല്ല, ചിലർ കപ്പൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടും നേടുന്ന ധനത്തിന് ശിവശിവ ഒരു കയ്യും കണക്കുമില്ല. വൃത്തിയും കെട്ട് ധൂർത്തരായി എപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. ഇവിടെ വൃത്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുലവൃത്തിയാണ്, കുലധർമ്മത്തെയാണ്. അപ്പം സ്വന്തം കുലവൃത്തി പോലും മറന്നിട്ട് ധൂർത്തരായി നടന്ന് ഒടുങ്ങാത്ത ധനത്തോടുള്ള ആർത്തിയാൽ സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കുന്നത് എത്ര കഷ്ടമാണ്. അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. അപ്പം അർത്ഥം, സമ്പത്ത്, ധനം എത്ര ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് മതി എന്ന ഒരു തൃപ്തി ഒരു കാലത്തും മനസ്സിന് വരില്ല. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. 10 രൂപ കിട്ടുകയാണെങ്കിൽ 10 കിട്ടുകയാണെങ്കിൽ എന്നാൽ 100 വേണം, 100 കിട്ടിയാൽ 1000 വേണമെന്നും, 1000 കിട്ടിയാൽ 10,000 വേണം. അങ്ങനെ വർദ്ധിച്ചു വരികയാണ്. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം എന്നതും. അപ്പം അതും മതിയാവില്ല. ആശയായുള്ള പാശമതിങ്കേന് വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ. അപ്പം അങ്ങനെ എല്ലാവരും ധനത്തിനുള്ള ആശയാകുന്ന കയറിനാൽ പിടിവിടാതെ അതിലേക്ക് മുറുകെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ആശയാകുന്ന കയറിൻ്റെ പിടിവിടാൻ ആരും ശ്രമിക്കുന്നില്ല. സത്തുക്കൾ ചെന്നിരുന്നാലായ അർത്ഥത്തിൽ സ്വൽപ്പം മാത്രം കൊടാ ചില ദുഷ്ടന്മാർ ചത്തുപോം നേരം വസ്ത്രം അതുപോലു മൊത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും. അപ്പം അത്രയധികം ധനം സമ്പാദിച്ചു കൂട്ടിയാലും സജ്ജനങ്ങൾ അത്യാവശ്യത്തിനായിട്ട്, നല്ല ആളുകൾ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് അല്പം ധനം ചോദിച്ചാൽ പോലും അവർ കൊടുക്കില്ല, നൽകില്ല. ചത്തുപോം നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും. അപ്പം ചത്തുപോകുന്ന സമയത്ത്, മരിച്ചു പോകുന്ന സമയത്ത് ആ വസ്ത്രം പോലും അവർക്ക് പരലോകത്തേക്ക്, മരണശേഷമുള്ള ഇടത്തേക്ക് അവർക്ക് കൊണ്ടുപോവാൻ കഴിയില്ല. പശ്ചാത്താപം ഒരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. അപ്പം പശ്ചാത്താപം, തങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു തെല്ല് പോലും പശ്ചാത്താപമില്ലാതെ വിശ്വാസവഞ്ചന കാണിക്കാനും അവർ മടിക്കുന്നില്ല. വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. അപ്പോൾ എന്താണ്? ധനത്തിലുള്ള അത്യധികമായിട്ടുള്ള ആഗ്രഹം മൂലം, മോഹം മൂലം ചിലർ സത്യത്തെ പോലും വകവയ്ക്കുന്നില്ല, സത്യത്തെ പോലും അവർ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. സത്യമെന്നത് ബ്രഹ്മം അതുതന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. സജ്ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? സത്യമെന്നത് ബ്രഹ്മം തന്നെയാണ് എന്നതാണ്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നിതു ചിലർ. അപ്പം വിദ്യ കൊണ്ട് അറിയേണ്ട കാര്യങ്ങളൊന്നും അറിയാതെ വിദ്വാനാണ് എന്ന് നടിച്ചുകൊണ്ട് ചിലർ നടക്കുകയാണ്. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധപം. അപ്പം കുങ്കുമത്തിൻ്റെ ഗന്ധം എന്താണ് എന്നൊന്നും അറിയാതെ അത് ചുമന്ന് നടക്കുന്ന കഴുതയെ പോലെയാണ് അവർ. ഗർദ്ധപം കഴുതയാണ്. കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും. അപ്പം ഇതിനോടുള്ള ഈ ഭ്രമവും എല്ലാം എന്ന് പറയുന്നത് ധനത്തിനോടും ലൗകിക ജീവിതത്തോടുമുള്ള അത്യാഗ്രഹമാണ് ഇതിനൊക്കെ കാരണം. എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി കരേറുന്നു മോഹവും. ആയുസ് എണ്ണി കുറയുന്ന സമയത്ത് മോഹങ്ങൾ, അത്യാഗ്രഹങ്ങളൊക്കെ എണ്ണി കൂടിക്കൊണ്ടിരിക്കുകയാണ്. വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും. അപ്പം ഓണം കഴിഞ്ഞാൽ അയ്യോ തിരുവാതിര വന്നില്ലല്ലോ എന്ന് പറയുകയാണ്. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും. കുംഭമാസത്തിൽ നമ്മുടെ ജന്മനക്ഷത്രമായിട്ടുള്ള അശ്വതി നാളാണ് എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുകയാണ്.
ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിന് സദ്യയൊന്നും എളുതല്ലിനി എന്നും. അപ്പം വൃശ്ചിക മാസത്തിൽ ഒരു ശ്രാദ്ധമുണ്ട്, ഇനി സദ്യയും മറ്റും കഴിക്കുക അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചിതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും. തനിക്കുണ്ടായ ഉണ്ണി ഒരു വേളി കഴിച്ച് അവനും ഒരു ഉണ്ണി ഉണ്ടായി കാണണമെന്നും. കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണമന്യേ നെടുപ്പിക്കരുതെന്നും. അതായത് തൻ്റെ താമസ സ്ഥലത്തിനടുത്തുള്ള സ്ഥലങ്ങളൊന്നും അന്യര് എടുക്കാതെ നോക്കണമെന്നും. അതായത് അതൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം. യുദ്ധം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാവം മനുഷ്യർ പെട്ടെന്നൊരു ദിവസം മരിച്ചു പോവുകയാണ്. ശിവശിവ. അപ്പം ഇത് കഷ്ടം തന്നെയാണ്. ഇവിടെയെല്ലാം പൂന്താനം ജീവിതത്തിൻ്റെ നശ്വരതയെയാണ് സൂചിപ്പിക്കുന്നത്. വെള്ളത്തിൻ്റെ കുമിള പോലെ നിൽക്കുന്ന അത്രയും നശ്വരമായിട്ടുള്ള ജീവിതത്തിൽ എത്രയോ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളുമായി ജീവിക്കുന്ന മനുഷ്യരെയാണ് പൂന്താനം ഇവിടെ പരിഹസിക്കുന്നത്.